പ്രധാനപ്പെട്ട ഒരു വിവരം എന്തുകൊണ്ട് സാബു ജേക്കബ് 2020 എൻഡിയിലേക്ക് പോയി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു. 3 തവണ നോട്ടീസ് കൊടുത്തു. ഫെബ ചട്ടലംഘനത്തിന്റെ പേരിൽ അറസ്റ്റ് ഒഴിവാക്കാൻ ഇഡിയുടെ അറസ്റ്റ് ഭയന്നാണ് എൻഡിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇഡി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് പോലെ ഒരു വാഷിംഗ് മെഷീനായി കേരളത്തിലും പണി തുടങ്ങി. ഈ വാർത്തകൾ ഇത് പുതുമയുള്ള ഒരു വാർത്തയല്ല. ഇന്ത്യയിൽ സ്ഥിരമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. BJP ഭരണകൂടത്തിന് കീഴിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും NIAയെയും എല്ലാം ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികളെയും അതുപോലെ തന്നെ വ്യവസായികളെയും എല്ലാവരെയും ദ്രോഹിക്കുകയും അവരെ കൂടെ നിർത്തുകയും അവരുടെ പണം പറ്റുകയും ഒക്കെ ചെയ്യുന്ന നടപടികൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി 2020 എന്ന ഒരു അരാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വോട്ട് നേടുകയും പഞ്ചായത്ത് ഭരണം ഭരിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് BJPയുടെ സഖ്യകക്ഷിയായി NDAയിൽ ചേരുന്നത്. അതിന്റെ പിന്നിൽ നടന്നത് ഇതുപോലുള്ള സംഭവങ്ങളാണെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല. സാബു എം ജേക്കബിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അപ്രസക്തമായി, ഇനി അതിനൊന്നും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. പിന്നെ അത് BJPയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു കൊണ്ടുപോയതാണെന്ന് പറഞ്ഞാൽ സാബു പോകും, അല്ലാതെ വേറെ ആരും പോകുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. ആ രാഷ്ട്രീയ പാർട്ടി അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് BJPക്കോ അല്ലെങ്കിൽ മറ്റ് NDA മുന്നണിക്കോ നേതാക്കളെയോ ഒന്നും സാബുവിന് ഈ NDAയിലേക്കുള്ള പ്രവേശനം വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആകെ പറഞ്ഞത് വികസിത കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി ആയതുകൊണ്ട് NDAയിലേക്ക് പോകുന്നുവെന്നാണ്. പക്ഷേ അപ്പോഴും ഈ 3 തവണ ഇഡിയുടെ നോട്ടീസ് കിട്ടിയത് മറച്ചുവെച്ചു സാബു ജേക്കബ്. അത് കള്ളത്തരമാണ്. സാബു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരായി രാഷ്ട്രീയ പാർട്ടികൾ വലിയ അഴിമതിക്കാരാണ്, വലിയ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്ന സാബു BJPക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. BJPയിലേക്ക് പോകില്ല അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മുന്നണികളിലേക്ക് പോകില്ല എന്ന് നിരന്തരം പ്രസംഗിച്ച് നടന്ന സാബു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയത് ഇഡിയെ പേടിച്ചാണെന്നുണ്ടെങ്കിൽ അതിൽ പരം നാണം കെട്ട ഒരു നിലപാട് സ്വീകരിക്കാനുണ്ടോ? അത് മാത്രമല്ല, പിണറായി വിജയനെതിരെ എന്തോ ഒരു വലിയ സംഭവം എന്റെ കയ്യിലുണ്ട്, ഞാനത് വെളിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കിയ ഒരാളാണ്. പിണറായി വിജയന്റെ അഴിമതി ഞാൻ വെളിപ്പെടുത്തും, ഞാനത് പുറത്തു കൊണ്ടുവരും, 24 മണിക്കൂർ എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ ഒരാളാണ്. അയാളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനില്ല.